Bismillahirrahmanirrahim. Ab'adun nasi ilallahi thalathatun mulhidun fil harami wa muttalibun damamri'in muslimin bi ghayri haqqin wa mubattaghin fil islami sunnatul jahiliyyah. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും കോപമുള്ളത് മൂന്നാളുകളോടാണ്. ഒന്ന്, മുൽഹിദുൻ ഫിൽ ഹറം, പരിശുദ്ധമായ ഹറം ഷരീഫിൽ, മക്കയുടെ ഹറമിൽ ചെന്നിട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നയാൾ. ഹറം ഒരു പുണ്യനാടാണ്. അവിടെ ചെയ്യുന്ന തെറ്റ് ഇവിടെ ചെയ്യും പോലെയല്ല. അവിടെ ചെന്നിട്ടും തെറ്റുകൾ ചെയ്യുന്ന ആളുകളോട് പടച്ചവന് വലിയ ദേഷ്യമായിരിക്കും. രണ്ടാമത്തത്, മുത്തലിബുൻ ദമംറിഇൻ മുസ്ലിം ബിഗൈരി ഹഖ്ഖിൻ, അർഹതയില്ലാതെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ രക്തം കൊതിക്കുന്നയാൾ, അയാളെ കൊല്ലാൻ ആഗ്രഹിക്കുന്നയാൾ, കൊല്ലപ്പെടാൻ അർഹതയില്ലാത്തൊരു മുസ്ലിമിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. മൂന്നാമത്തെ ആള് മുബത്തഖിൻ ബിൽ ഇസ്ലാമി സുന്നത്തുൽ ജാഹിലിയ്യ, ഇസ്ലാമിലേക്ക് വന്നിട്ടും മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ ഇഷ്ടപ്പെടുന്ന, അത് കൊണ്ടു നടക്കുന്ന ആളുകൾ. ആള് മുസ്ലിമാണ്, എന്നിട്ടും മറ്റു മതങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ വച്ചു പുലർത്തുന്ന ആളുകൾ. ഇവരോടും അള്ളാഹുവിന്റെ ദേഷ്യമായിരിക്കും. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ജൂത പണ്ഡിതനായിരുന്നു ആദ്യകാലത്ത്. പിന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, നബി തങ്ങളുടെ സഹാബിയായി മാറി. അദ്ദേഹം ഒരിക്കൽ നബിയുടെ സദസ്സിലിരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ പാല് വിതരണം ചെയ്തു എല്ലാവർക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കത് വേണ്ട. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് നിനക്കത് വേണ്ടാത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജൂതനായിരിക്കുമ്പോഴും ഒട്ടകത്തിന്റെ പാല് കുടിക്കാറില്ല. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്, ജൂതമത വിശ്വാസത്തിന്റെ ഭാഗമാണ് ഒട്ടകത്തിന്റെ പാല് കുടിക്കാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എനിക്കത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഖുർആനിൽ ഒരു ആയത്തിറങ്ങുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, വിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുവാണെങ്കിൽ പൂർണ്ണമായിട്ടും കടന്നു വരണം. നിങ്ങളുടെ മതം വിട്ട് പൂർണ്ണമായും കടന്നു വരണം. ഇസ്ലാമിൽ വന്നിട്ട് നിങ്ങളുടെ പഴയ മതത്തിന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും കൊണ്ടു നടക്കരുത്. അപ്പൊ ഒട്ടകത്തിന്റെ പാൽ ഒരാൾ കുടിക്കാതിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അതൊക്കെ അവനവന്റെ ഇഷ്ടമാണ്. പക്ഷെ ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അത് വേണ്ടാന്ന് വെക്കുന്നത് തെറ്റാണ്, അത് ഈമാനിനെതിരാണ്. ഇന്ന് അക്ഷയ തൃതീയ ദിനമാണ് എന്ന് പറഞ്ഞാൽ സ്വർണം വാങ്ങൽ പുണ്യമാണെന്ന് ഹിന്ദു മതക്കാർ വിശ്വസിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. പക്ഷെ നമ്മുടെ മതത്തിൽപ്പെട്ട ധാരാളം സ്ത്രീകൾ ഇന്ന് സ്വർണം വാങ്ങാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വർണം വാങ്ങാൻ വേണ്ടി ഇന്ന് സ്വർണം വാങ്ങുന്നതിലൊരു പുണ്യമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഈ വിഭാഗത്തിൽ പെടും. അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള പരിപാടിയാണത്. നമുക്കതുമായിട്ടൊരു ബന്ധവുമില്ല, അത് അവരുടെ മതവിശ്വാസമാണ്. തന്നെയല്ല, പല സ്വർണ്ണ കച്ചവടക്കാരും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കച്ചവടത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അങ്ങനെ പരസ്യം ചെയ്ത് കസ്റ്റമേഴ്സിനെ ക്ഷണിക്കുന്നതൊക്കെ അത് വിശ്വാസം കൊണ്ടുള്ള കളിയാണ്. അന്ന് കച്ചവടക്കാരും അക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും.